തിരിച്ചു വരാം. ശ്രീ ടി മുഹമ്മദ് ബഷീർ, താങ്കൾ നേരത്തെ പറഞ്ഞു വന്നത് തുടരാം. സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, മൊത്തത്തിൽ തന്നെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ കാലിക്കറ്റ് സർവകലാശാലയുടെ കാര്യങ്ങൾ മാത്രം നോക്കുകയാണെങ്കിൽ സിൻഡിക്കേറ്റിൽ ഈ ഭരണകക്ഷിയിൽപ്പെട്ട പാർട്ടികൾക്ക് തന്നെ വൈസ് ചാൻസലറുടെ കാര്യങ്ങളോട് വലിയ തോതിൽ എതിർപ്പുണ്ടായതാണല്ലോ സിൻഡിക്കേറ്റിൻ്റെ ഈ ഭരണസ്തംഭനത്തിലേക്ക് എത്തിച്ച് പോയത്. ഈ ഏകാധിപത്യ പ്രവണതകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വൈസ് ചാൻസലറെ തടയാൻ കഴിഞ്ഞില്ല, അദ്ദേഹത്തെ നേരായ വഴിക്ക് നയിച്ചു കൊണ്ടുപോകാൻ സാധിച്ചില്ല രാഷ്ട്രീയ നേതൃത്വത്തിനൊപ്പം. അതിനെതിരെ പൊരുതുന്ന ഈ സിൻഡിക്കേറ്റ് പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്ന ഭരണസ്തംഭനം, അതുവഴി വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന അക്കാദമിക ലോകത്തിനുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്നത് ഗുരുതരമായിട്ടുള്ള ആരോപണമായി, അല്ലെങ്കിൽ ഗുരുതരമായൊരു കുറ്റമായി രാഷ്ട്രീയ നേതൃത്വം സ്വയം ഏറ്റെടുക്കേണ്ടതല്ലേ? എന്താണ് വിശദീകരണം? ഇതില് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കുറ്റമെന്ന് പറഞ്ഞുകൂടാ. രാഷ്ട്രീയ നേതൃത്വം എന്ത് ചെയ്യണം? അതായത് ഇപ്പോ യൂണിവേഴ്സിറ്റി അതിന്റെ സംവിധാനത്തിൽ കോഴിക്കോട് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി, ഇതിനൊക്കെ ഒരേ മാതിരി പാറ്റേൺ ആണ്. അതായത് ഇലക്ഷന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്ന വിധത്തിലാണ്. MG യൂണിവേഴ്സിറ്റിയിലത് നോമിനേഷനാണ് കൂടുതൽ. അപ്പൊ അങ്ങനെ ഇപ്പൊ രണ്ട് സിസ്റ്റത്തിലും പരാജയമുണ്ട്. MG യൂണിവേഴ്സിറ്റി നമ്മൾ നോമിനേഷൻ സിസ്റ്റത്തിൽ വന്നതിന് അതിൻ്റെതായിട്ടുള്ള ഹാൻഡിക്യാപ്പ് ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഈ പറയുന്ന 2-3 യൂണിവേഴ്സിറ്റി പണ്ടത്തേതുപോലെ തന്നെ ഇലക്ഷൻ സ്വഭാവത്തിൽ വന്ന സിൻഡിക്കേറ്റിനും പോരായ്മയുണ്ട്. വൈസ് ചാൻസലർമാരും എന്ന് പറഞ്ഞാൽ നമ്മൾ പല യൂണിവേഴ്സിറ്റിയിലും മാറി മാറി വന്ന വൈസ് ചാൻസലർമാർ, അത് ഓരോരുത്തരുടെയും പെരുമാറ്റം യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനത്തെ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് എന്നൊന്നും സംശയമൊന്നുമില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സംഗതിയിൽ ഇപ്പോഴത്തെ സംഭവം എന്ന് പറയുന്നത് സിൻഡിക്കേറ്റും വൈസ് ചാൻസലറും തമ്മിൽ സ്വലിച്ചർച്ച ഇല്ലാതെ വന്നു. അതിന് കാരണങ്ങളുണ്ടാവും. രണ്ടുകൂട്ടരായിട്ടുള്ള ന്യായം മറിച്ചും ഉണ്ടാവും. ഒന്നാമത് ഞാൻ അതിൻ്റെ ഒരു മെറിറ്റിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല. കാരണം ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു മധ്യസ്ഥ സമിതിയിലെ ഒരു അംഗമാണ് ഞാനിപ്പോ അതിൽ ഇന്ന ആൾക്കാരാണ് കുറ്റക്കാരെന്ന് ചർച്ച നടക്കുന്നതിന്റെ തലേന്ന് പറയുന്നത് ആ ചർച്ചയിൽ സുഖമായിട്ട് റിസൾട്ട് ഉണ്ടാക്കുന്നതിന് ദോഷമായിട്ട് ഭവിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ അവരെ ഇന്ന ആളാണ് കുറ്റമെന്നോ ഇന്നതാണ് അപരാധമെന്നോ ഈ ഘട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായിരുന്നാലും അവിടെ കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ താല്പര്യത്തിന് വളരെ ദോഷമായിട്ട് ബാധിക്കുന്ന വിധത്തിൽ ഒരു അക്കാദമിക് രംഗത്തെ നടക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള പല കാര്യങ്ങളും അവിടെ നടന്നു വന്ന സംഗതി ഞാൻ അംഗീകരിക്കുകയാണ്. അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് ഗവൺമെന്റിനെ കൂടി ബാധ്യതപ്പെട്ട. ഗവൺമെന്റിന് പരിമിതിയുണ്ട്, ഓട്ടോണമസ് ബോഡിയാണ്. പക്ഷെ ആ പരിമിതി ഉണ്ടെങ്കിൽ തന്നെയും മുഖ്യമന്ത്രി നാളെ യോഗം വിളിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും നാളത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഇഷ്യൂ സെറ്റ് ചെയ്ത് പോകുക എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുള്ള ഒരു പ്രവണത ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കൂടി കുറെ ഉത്സാഹിച്ചിരുന്നു, മാറി മാറി ഓരോരുത്തരുമായിട്ട് സംസാരിച്ചിരുന്നു. അതിന്റെ എല്ലാവരും ഔട്ട്കം എന്നുള്ള നിലയിൽ പ്രശ്നങ്ങൾ തീർന്നു പോകുക എന്നുള്ള വിചാരമുണ്ട്. തീർച്ചയായും ശ്രീ ടി മുഹമ്മദ് ബഷീർ, പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ വളരെയേറെ വഷളായിരിക്കുന്ന സാഹചര്യത്തിലാണല്ലോ ഗവർണർക്കൊക്കെ ഇടപെടേണ്ടി വന്നത്. ഈ സാഹചര്യം മാറി ചിന്തിക്കാൻ രാഷ്ട്രീയ നേതൃത്വത്തെ പ്രേരിപ്പിക്കുന്നുണ്ടോ? ഈ പറയുന്ന സിൻഡിക്കേറ്റും അക്കാദമിക് കൗൺസിലും പോലുള്ള പ്രധാനപ്പെട്ട സമിതികളിലേക്ക് ഈ രാഷ്ട്രീയമായി ആളുകളെ കൊണ്ടുചെന്ന് വിടുമ്പോൾ അക്കാര്യത്തിൽ കുറെ കൂടെ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ഇത്തരം സമിതികളിലേക്ക് കൊടുക്കുന്ന ആളുകൾക്ക് ഇത് സംബന്ധിച്ച് സാമാന്യമായ ബോധത്തിലധികമുള്ള ബോധമുണ്ടാകണം, ഉത്തരവാദിത്വ ബോധമുണ്ടാകണം. അതിന് ശേഷിയുള്ള ആളുകളെ അങ്ങോട്ട് പറഞ്ഞേക്കാവൂ എന്നൊരു തോന്നലിലേക്ക്, തീരുമാനത്തിലേക്ക് രാഷ്ട്രീയ നേതൃത്വം ഇതുകൊണ്ടെത്തുമെന്ന് കരുതാമോ? സ്കൂൾ അധ്യാപകരെ വൈസ് ചാൻസലറാക്കാൻ നിർദ്ദേശിച്ച രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ എന്നതുകൊണ്ടാണ് ഈ ചോദ്യം. അങ്ങനെയല്ല, നിങ്ങളുടെ ആ ഒരു കാഴ്ചപ്പാട് ശരിയല്ല. ഈ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അസ്പർശ കാണിക്കേണ്ട വിഭാഗമാണ്. രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാല് അവർക്ക് കാഴ്ചപ്പാടുകളുണ്ട്, അവർക്ക് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് അറിയാം. രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താണ് രാഷ്ട്രീയക്കാരൊന്നും പറ്റാത്തവരാണെന്നുള്ള ആ നിലയിൽ സംസാരിക്കുന്ന അർത്ഥമില്ല. രാഷ്ട്രീയക്കാരിലെ കാര്യങ്ങളെ പറ്റി ഇപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെയുള്ള എല്ലാ സിൻഡിക്കേറ്റ് അംഗങ്ങളെയും വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ. അവര് നിങ്ങൾ പൊളിറ്റീഷ്യൻ, അക്കാഡമിഷ്യൻ എന്ന് രണ്ട് ആംഗിൾ നോക്കിയാലും അത് പറ്റിയ ആളുകൾ അവിടെയുണ്ട്. അത് ഏത് പക്ഷമെന്നൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാ പക്ഷത്തും പറ്റിയ ആൾക്കാരുണ്ട്. അതൊന്നും അല്ല പ്രശ്നം. ഓരോ സിസ്റ്റം ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകൾ പറഞ്ഞതുപോലെ നമ്മുടെ ഈ സിസ്റ്റത്തിന് അതിൻ്റെതായിട്ടുള്ള ചില വൈകല്യങ്ങളുണ്ട്. പക്ഷെ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്, യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷൻ സംബന്ധിച്ച് ഒരുപാട് കമ്മീഷനുകളും ഫൈൻഡിങ്ങും ഒക്കെ രാജ്യത്ത് വന്നിട്ടുണ്ട്. അതെല്ലാം ഓരോ കാലഘട്ടത്തിൽ വരുന്ന മാറ്റങ്ങളനുസരിച്ചിട്ട് കുറെ തിരുത്തലുകളും വന്നു കഴിഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ നേരെയാക്കണം. ഡിസ്പ്യൂട്ട് ഉണ്ടാകുമ്പോൾ കൂടിയിരുന്ന് ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ ഗവൺമെന്റ് അങ്ങനെ പെട്ടെന്ന് ഇടപെടാറില്ല. ഇത് ഗവൺമെന്റ് ഇടപെട്ട് പിന്നെ ചാൻസലർ മീറ്റിംഗ് വിളിക്കുന്നു എന്ന് പറയുന്ന അത്ഭുതമില്ല. ചാൻസലർ ഈ സിസ്റ്റത്തിന്റെ ടോപ്പ് അതോറിറ്റിയാണ്. ഗവർണർ എന്നുള്ള നിലയിൽ ചാൻസലർ തന്നെയാണ് അതിൽ ഇടപെടേണ്ടത്. ഇടപെടാൻ അധികാരമുണ്ട്.
നിയമമായിട്ട് യൂണിവേഴ്സിറ്റി നിയമപ്രകാരം അധികാരമുണ്ട്. അതെല്ലാം നടക്കട്ടെ. എന്നിട്ട് നമുക്ക് എല്ലാം നിരാശയാണ്, ഇനിയൊന്നും നേരെ ആവില്ല, ഈ യൂണിവേഴ്സിറ്റി ശരിയാക്കി എടുക്കാൻ കഴിയില്ല എന്ന് നിരാശപ്പെട്ട കാര്യമൊന്നുമല്ല. എല്ലാം ശരിയായി തീരും. എല്ലാവർക്കും ബോധമുണ്ട്. ആ ബോധം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ വളരെ നന്ദി ശ്രീ ടി മുഹമ്മദ് ബഷീർ ഞങ്ങളോട് സംസാരിച്ചത്. ഡോക്ടർ എം പി നാരായണൻ, ഈ ഗവർണറുടെ ഇടപെടലോടുകൂടി കാലിക്കറ്റ് സർവകലാശാലയിലെ ഇത്രത്തോളമായ സ്ഥിതിക്ക് സ്വാഭാവികമായും യൂണിയനുകൾ, അതുപോലെ തന്നെ സിൻഡിക്കേറ്റിലടക്കമുള്ള ആളുകൾ, ഒപ്പം വൈസ് ചാൻസലർക്ക് അടക്കമുള്ള ആളുകൾക്ക് നല്ല ബുദ്ധി ഉണ്ടായിട്ടുണ്ടാകും എന്ന് കരുതുകയാണെങ്കിൽ ഈ ഗവർണറുടെ ഇടപെടലിനൊക്കെ ശേഷം വൈസ് ചാൻസലർ തന്നെ അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങളിൽ മാറ്റം വരുത്തുകയും അത് പൊതുവിൽ സർവകലാശാലയുടെ ഗുണത്തിന് ഉതകും എന്ന് കണക്കാക്കാവുന്ന അവസരമായിട്ടുണ്ടോ ഇപ്പോൾ? അത്തരത്തിൽ ഒരു മൂഢസ്വർഗത്തിലല്ല ഞാൻ ജീവിക്കുന്നത്. കാരണം ഈ ചാൻസലർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒട്ടും പുതിയൊരു കാര്യമല്ല. ആക്ടിൽ കൃത്യമായി നിഷ്കർഷിക്കുന്ന കാര്യമാണ്. വൈസ് ചാൻസലർ, ഇഫ് ദർ ഇസ് എനിത്തിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ യൂണിവേഴ്സിറ്റി ദാറ്റ് ഇസ് അഗെയിൻസ്റ്റ് ദ ആക്ട് ആൻഡ് ദ സ്റ്റാറ്റ്യൂട്ട്സ്, ഹി ഹാസ് ടു റിപ്പോർട്ട് ദിസ് ടു ദ ചാൻസലർ എന്ന് ആക്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ നിയമം ഇദ്ദേഹം എടുത്തു പറഞ്ഞു എന്നതിൽ കവിഞ്ഞ് വേറൊന്നും ഉണ്ടായിട്ടില്ല. ഈ നിയമം ഇത് പറയുന്നതിന് മുൻപും അവിടെയുണ്ട്. ഇത് കാലങ്ങളായിട്ട് അവിടെ നിൽക്കുന്ന നിയമമാണ്. പക്ഷേ ആ നിയമം കാണാതിരിക്കുകയും എന്നാൽ 1013 എന്ന് പറഞ്ഞൊരു നിയമം ഉപയോഗിച്ച് സിൻഡിക്കേറ്റിൻ്റെയും അക്കാഡമിക് കൗൺസിലിൻ്റെയും മറ്റും അധികാരം വളരെ എമർജൻസി സിറ്റുവേഷൻസിൽ ഇവർ രണ്ടും സെഷനിൽ ഇല്ല എന്നുണ്ടെങ്കിൽ സ്വയം ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു 1013 എന്ന് പറയുന്ന ക്ലോസ് നേരാവണ്ണം വായിച്ചാൽ അത് അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത് എന്നും അറിയാം. ഇത്തരത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൊരു ചരിത്രമാണ് ഈ കഴിഞ്ഞ 3.5 കൊല്ലക്കാലം കൊണ്ട്. അതുകൊണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചാൻസലർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇത് മാറും എന്നെനിക്ക് വിശ്വാസമില്ല. ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ആഷ്ലി പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പാണ്. യഥാർത്ഥത്തിൽ ഈ യൂണിവേഴ്സിറ്റികളിൽ ഇന്ന് വേണ്ടത് അവയുടെ അക്കാഡമിക് അജണ്ട എന്ന് പറയുന്നത് തിരിച്ചു പിടിക്കലാണ്. ഈ യൂണിവേഴ്സിറ്റികൾ പ്രാഥമികമായും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും വേണ്ടിയാണ് എന്നും ആ പ്രത്യേക അജണ്ടയെ സഹായിക്കാൻ അവിടെ അധ്യാപകരാണ് പ്രധാനം എന്നും ഒരു ബോധം ഇതിൻ്റെ ഭരണാധികാരികൾക്കും പൊതുസമൂഹത്തിനും ഇതിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിനും ഒക്കെ വേണ്ടതാണ്. പക്ഷേ ഈ കഴിഞ്ഞ ഇപ്രാവശ്യം ഇവിടെയുള്ള VC നിയമനങ്ങളും അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് നിയമനങ്ങളും നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയമില്ലാതെ ഒരു വിദ്യാഭ്യാസ മേഖല സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് രാഷ്ട്രീയപരം തന്നെയാണ്. പക്ഷേ ആ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയത്തിൻ്റെയും സാമുദായിക രാഷ്ട്രീയത്തിൻ്റെയും ചേരുവകൾ ചേർത്തുകൊണ്ട് അത്തരം ആ മാനദണ്ഡങ്ങൾ മാത്രം നോക്കിക്കൊണ്ടുള്ള നിയമനങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഫലമാണ് ഈ യൂണിവേഴ്സിറ്റികൾ അക്കാഡമിക് അജണ്ട നഷ്ടമാകുന്നത്. എൻ്റെ കാര്യം തന്നെ നോക്കൂ. ഞാൻ ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ ഇവിടെ വന്നിരുന്ന് സംസാരിക്കേണ്ടി വരുന്നു. എന്നെ പോലെയുള്ള എൻ്റെ സഹപ്രവർത്തകർ ഇതേപോലെ മറ്റ് ചാനലുകളിൽ പോയി സംസാരിക്കേണ്ടി വരുന്നു എന്നത് തന്നെയാണ് ഈ സർവകലാശാലകളുടെ ദുരന്തം. കാരണം ഞങ്ങൾ ഗവേഷണം ചെയ്യുകയും പഠിക്കുകയും ചെയ്യാനുള്ള സമയം ഇത്തരത്തിലുള്ള സമരങ്ങളിൽ ഏർപ്പെട്ട് പാഴാകുന്ന അവസ്ഥ വരുന്നത് ഇവിടെ ഈ അക്കാഡമിക് അജണ്ട ഇല്ലാത്തതാണ്. ആ അക്കാഡമിക് അജണ്ട വരണമെന്നുണ്ടെങ്കിൽ ഒന്നാമതായി കാര്യവിവരമുള്ള വിഷണറി ആയിട്ടുള്ള സർവകലാശാലയുടെ സംസ്കാരം എന്ത് എന്ന് മനസ്സിലാക്കുന്ന ഭരണാധികാരികളെ നിയമിക്കാനുള്ള ഒരു സജ്ജീകരണം ഇവിടെ ഉണ്ടാവണം, ഒരു സിസ്റ്റം ഉണ്ടാവണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞു സിസ്റ്റം ഹസ് ബ്രോക്കൺ ഡൗൺ. അബ്സല്യൂട്ട്ലി സിസ്റ്റം ഹസ് ബ്രോക്കൺ ഡൗൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെയും മറ്റ് യൂണിവേഴ്സിറ്റികളിലെയും അധ്യാപകരും വിദ്യാർത്ഥികളും ജീവനക്കാരും പെറ്റീഷൻ ആഫ്റ്റർ പെറ്റീഷൻ എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ചാൻസലർക്കും 100 കണക്കിന് നിവേദനങ്ങളാണ് കൊടുത്തത്. ഒരാക്ഷനും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ അക്കൗണ്ടബിലിറ്റി വേണം എന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായ എല്ലാവരും അവരവരുടെ ചുമതല നിർവഹിക്കുന്ന ഒരവസ്ഥ വേണ്ടി വരും. പക്ഷേ അതിന് വിപരീതമായി ഈ നിയമനങ്ങളിലും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന പ്രവർത്തനങ്ങളിലുമെല്ലാം വളരെ സങ്കുചിതമായ ചില സാമുദായിക കക്ഷി രാഷ്ട്രീയ ഉദ്ദേശങ്ങളും ചില അവസരങ്ങളിൽ പലപ്പോഴും ലാഭത്തിൻ്റെ ഉദ്ദേശങ്ങളുമാണ് പ്രധാനമായി നടക്കുന്നത് എന്ന് പറയാതെ നിവൃത്തിയില്ല. വളരെ വളരെ നന്ദി ശ്രീ എം പി നാരായണൻ. ശ്രീ RVG മേനോൻ, ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും ഏതെങ്കിലും തരത്തിൽ തള്ളിപ്പറയേണ്ടുന്ന കാര്യങ്ങളോ അനുകൂലിക്കാവുന്ന സംഗതികളോ ഉണ്ടാവുകയില്ല. അക്കാദമിക അജണ്ട തിരിച്ചുപിടിക്കണം, സർവകലാശാലകൾ വിദ്യാർത്ഥികളുടെയും അക്കാദമിക ലോകത്തിൻ്റെയും ആയി തന്നെ മാറണം എന്നതൊക്കെ എല്ലാവർക്കും സമ്മതിക്കാവുന്ന കാര്യമാണ്. പക്ഷേ അപ്പോഴും ഈ ഭരണപരമായ പ്രതിസന്ധികൾ, രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിലേക്ക് പൂർണ്ണമായി പോകാനുള്ള അവസരത്തെ നഷ്ടപ്പെടുത്തുകയാണ്.
ഇതിപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയുടെ മാത്രം ഉദാഹരണം എടുത്താൽ ഇതിനൊക്കെ ശേഷവും ഇങ്ങനെയൊക്കെ തന്നെ തുടരും എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപക്ഷെ വൈസ് ചാൻസലർ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോവുകയില്ല. അദ്ദേഹത്തിനെതിരായിട്ടുള്ള നിലപാടിൽ നിന്ന് മാറി ചിന്തിക്കാൻ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കോ സിൻഡിക്കേറ്റിനോ സാധിച്ചു എന്ന് വരികയില്ല. ഈ പ്രശ്നങ്ങളെല്ലാം തുടരുക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക്, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏത് വിധത്തിലുള്ള ഭാവിയാണ് മുന്നിലുള്ളത്? എങ്ങനെയാണത് ശുഭകരമായിരിക്കും എന്ന് കാണാനാവുക? ഇതിൽ സാമൂഹികമായ ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. നമ്മൾ സർവകലാശാലകളിൽ നിന്ന് ആവശ്യപ്പെടേണ്ട കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. പൊതുവെ കേരളത്തിലെ രക്ഷാകർത്താക്കളെ സംബന്ധിച്ചിടത്തോളവും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും ഡിഗ്രി തരുന്ന സ്ഥാപനങ്ങൾ എന്ന നിലയിലാണ് സർവകലാശാലകളെ കാണുന്നത്. അത് അതിൻ്റെ ഒരു വലിയ കുറവാണ്. അതിന് പകരം അറിവ് ഉത്പാദിപ്പിക്കുന്നതും അറിവ് പ്രയോഗിക്കുന്നതുമായ ഒരു മേഖലയായിട്ട് ഉന്നത വിദ്യാഭ്യാസം കാണുന്നില്ല. സർവകലാശാലകളോട് നാം അത് ഡിമാൻഡ് ചെയ്യുന്നില്ല. ഇന്ന മേഖലയിലുള്ള അറിവ്, ഇപ്പോൾ കേരളത്തെ മതിക്കുന്ന അനേകം പ്രശ്ന മേഖലകളുണ്ട്. ഇവയ്ക്ക് പരിഹാരം കാണാൻ വേണ്ട പുതിയ അറിവ് അല്ലെങ്കിൽ നിലവിലുള്ള അറിവിൻ്റെ പ്രയോഗം, ഇതെല്ലാം സമൂഹത്തിന് കിട്ടേണ്ടത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്നാണ്. അത്തരത്തിലുള്ള ഡിമാൻഡ് സമൂഹത്തിൽ നിന്ന് വരുമ്പോഴാണ് ഈ നേരത്തെ മാഷ് സൂചിപ്പിച്ച വളരെ സങ്കുചിതമായ കക്ഷിരാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായിട്ട് സർവകലാശാലകളിൽ അക്കാദമിക പ്രവർത്തനം നടക്കുക. അത് വരാത്തത് കൊണ്ടാണ് താരതമ്യേന ലഘുവായ അല്ലെങ്കിൽ അപ്രസക്തമായ കാര്യങ്ങൾ ഇത്ര വലിയ ഇഷ്യൂ ആയിട്ട് വരുന്നതും അതിൻ്റെ പേരിൽ യുദ്ധങ്ങൾ ഉണ്ടാകുന്നതും. അതുകൊണ്ട് സമൂഹവും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് സമൂഹത്തിന് കിട്ടേണ്ട സേവനം കിട്ടിയിട്ടില്ല. അത് അത്തരത്തിലുള്ള മാറ്റമാണ് പടിഞ്ഞാറൻ നാടുകളിലുണ്ടായത്. മുതലാളിത്ത മേഖലകളിലാണെങ്കിൽ പോലും അവിടെ സമ്പത്ത് ഉത്പാദനത്തിൻ്റെ, സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ട പുതിയ അറിവുകൾ നിർമ്മിക്കുന്ന മേഖലകളായി സർവകലാശാലകൾ മാറി. ആ മാറ്റം, ജൈവികമായ ഒരു മാറ്റം നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ല. സമൂഹം ആ ഒരു മേഖലയിൽ ഉണർന്ന് പ്രവർത്തിക്കുകയും ഈ അറിവ് സർവകലാശാലകളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ സർവകലാശാലകൾക്ക് ആഷ്ലി സൂചിപ്പിച്ചതുപോലെ ഒരു അക്കൗണ്ടബിലിറ്റി താനേ ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ വളരെ നന്ദി ശ്രീ RV G മേനോൻ ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഒപ്പം ശ്രീ പ്രൊഫസർ MB നാരായണൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. ശ്രീ NP ആഷ്ലി, താങ്കളിലേക്ക് ഒന്നുകൂടെ വരാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ സമയപരിധി കൊണ്ടാണ് ചർച്ച ചുരുക്കുന്നത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയതിന്. ഒപ്പം ശ്രീ ET മുഹമ്മദ് ബഷീറിനും ടെലിഫോണിലൂടെ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ VC-മാരുടെ കൗൺസിൽ രൂപീകരിക്കുമെന്ന് ഗവർണർ. സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾക്ക് VC-മാർ വഴങ്ങണം. വൈസ് ചാൻസലർ ചട്ടം ലംഘിച്ചാൽ ആർക്കും ചാൻസലറെ സമീപിക്കാമെന്നും P സദാശിവം. കാസർഗോഡ് കുമ്പളയിൽ DYFI പ്രവർത്തകനെ കുത്തിക്കൊന്നു. BJP പ്രവർത്തകരാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് CPM. കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്കുകളിൽ നാളെ CPM ഹർത്താൽ. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ 3 കള്ളപ്പണക്കാരുടെ പേരുകൾ സമർപ്പിച്ചു. രാഷ്ട്രീയക്കാരെ ഒഴിവാക്കിയ പട്ടികയിലുള്ള 3 പേരും വ്യവസായികൾ. മുഴുവൻ കള്ളപ്പണക്കാരുടെയും വിവരങ്ങൾ പുറത്തുവിടണമെന്ന് കോൺഗ്രസ്. മഹാരാഷ്ട്രയിൽ BJP ശിവസേന സഖ്യത്തിന് ധാരണയായതായി സൂചന. വിശ്വാസ വോട്ടെടുപ്പിൽ നിന്ന് NCP വിട്ടുനിൽക്കുമെന്ന് ശരത് പവാർ. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ BJP MLA-മാരുടെ യോഗം നാളെ. CPM-നെ വിമർശിച്ച് വീണ്ടും പന്ന്യൻ രവീന്ദ്രൻ. UPA സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചത് തന്ത്രപരമായ പിശക്. CPM കേന്ദ്ര കമ്മിറ്റിയിൽ കരട് രാഷ്ട്രീയ വിശകലന രേഖയിൽ ചർച്ച തുടരുന്നു. അടവും ബദലും മാറ്റിയുള്ള പരീക്ഷണമല്ല CPM നടത്തേണ്ടത് എന്ന് VM സുധീരൻ. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.